ഈ സമ്മേളനങ്ങളിൽ സാധാരണ പ്രത്യയശാസ്ത്രം സംഘടനാ പ്രശ്നങ്ങളൊക്കെയാണ് മുഴുവൻ ചർച്ചയാകുന്നത്. പക്ഷേ ഇവിടെ കേൾക്കുന്നില്ല വികസനമാണ്, വികസന രേഖകൾ. എങ്ങനെയാണ് CPM അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരുന്നത്? വികസനത്തിന് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലെ വികസനം നടക്കുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ഇപ്പൊ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സമീപകാല രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഒരു തുടർഭരണം കിട്ടിയിരിക്കുകയാണ്. ആ തുടർഭരണത്തിന് ഒരു തുടർഭരണം ഉറപ്പാക്കാൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അവശേഷിക്കുന്ന മാസങ്ങളിൽ എന്തെല്ലാം പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയും. പിന്നെ തുടർഭരണത്തിനൊരു തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ അന്നേരം ആലോചിച്ചാൽ പോരാ എന്തൊക്കെ ചെയ്യണമെന്ന്, അത് മുൻകൂട്ടി ആലോചിക്കണം. 1957 EMS ഗവൺമെന്റ് വരുന്നതിന് ഏതാണ്ട് ഒരു വർഷം മുമ്പ് 1956 തൃശൂരിൽ വെച്ചൊരു സമ്മേളനം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള പ്രാഥമികമായ ചർച്ചകൾ നടത്തിയത്. അപ്പോൾ ഇത് പുതിയൊരു കാര്യമല്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി AKG പഠന ഗവേഷണ കേന്ദ്രം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും കൈവരിക്കേണ്ട നേട്ടങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യും. താങ്കൾ പറഞ്ഞത് വലിയൊരു തുടർഭരണം വരികയാണെങ്കിൽ, പക്ഷേ ബാക്കിയുള്ള CPM നേതാക്കൾ ഭൂരിഭാഷ നേതാക്കളും പറയുന്നത് തുടർഭരണം ഉറപ്പെന്നുള്ളത് അത് ഒരു അമിത ആത്മവിശ്വാസമാണ്. അല്ല, അത് ഞാൻ പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് തുടർഭരണം വരണം എന്നുള്ള കാര്യം, അതോ വരാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പൊ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ജനങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾ അത്തരത്തിൽ ചിന്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന തരത്തിൽ ചിന്തിക്കും. എന്നാൽ ആ ചിന്ത ഉറപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് നടത്താൻ തുടർഭരണം കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകുന്നത് മൗഢ്യമാണ്. അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് വളരെ വ്യക്തമായ കൃത്യമായ നിലപാടാണ് CPMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറയുന്നത്. CPM നേതാക്കൾ വലിയ രീതിയിൽ ഈ തുടർഭരണം എന്ന് ഉറപ്പിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല. തുടർഭരണം ലഭിച്ചു എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് അത്തരമൊരു നീക്കവുമായി പോകുന്നത് മൗഢ്യമാണ് എന്നാണ് MA ബേബി വ്യക്തമാക്കുന്നത്. ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിക്കാനുള്ള വഴികൾ CPM തേടണം എന്ന് തന്നെയാണ് MA ബേബി വ്യക്തമാക്കുന്നത്. VV അരുണാണ് സമ്മേളന നഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും. അല്പസമയം മുമ്പ് മന്ത്രി R ബിന്ദു VV അരുണിനോടൊപ്പം ചേർന്നിരുന്നു.